ഇറാൻ തട്ടിക്കളയുമെന്നുള്ള പേടി കൊണ്ട് ഖത്തർ കൊടുത്തിട്ടുള്ള ഏറ്റവും പുതിയ എയർഫോഴ്സ് 1 വരെ ഉപേക്ഷിച്ചിട്ട് ട്രംപ് ഓടിയ ഓട്ടം നിങ്ങൾ കണ്ടു കാണും. ഇന്നായിട്ട് ന്യൂസിൽ പലതിലും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങളും കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് ഈ ന്യൂസ് ആദ്യം വരുന്നത് വാൾ സ്ട്രീറ്റ് ജേണലിലാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന നടത്തുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ഈ റിപ്പോർട്ട് അമേരിക്കൻ ഇന്റലിജൻസിന് കൈമാറിയത് ആരാണ്? അത് ഇസ്രായേലി ഇന്റലിജൻസ് ആണ്. അമേരിക്കയുടെ CIA അല്ലെ അമേരിക്കയുടെ ഏതൊരു ഇന്റലിജൻസ് വിങ്ങും എടുത്തു കഴിഞ്ഞാൽ അവരാരും കണ്ടുപിടിച്ചിട്ടില്ല, അവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് യുദ്ധം തുടങ്ങിയെങ്കിലും ഇതുവരെ ട്രംപിന് ഇങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ ട്രംപ് നേരിട്ട് വന്ന് ഒരു സ്ഥലത്തല്ല 2-3 സ്ഥലങ്ങളിൽ മാറി മാറി ട്രംപ് പറഞ്ഞു, ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ഞാനാണ്, ചിലപ്പോൾ അവരെന്നെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ള വലിയൊരു പ്രസ്താവനയും കൂടെ ട്രംപ് ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഏതായാലും കണ്ടു നോക്കും. No, I'm number 1 on the kill list for Iran. They're lovely people. I'm number 1. So I don't know. I can't tell you that, but I don't really care because I'm doing my job and I'm doing it, I hope, better than anybody's ever done it, because we have a country that's hot and really, really successful. But I mention it only because it's on the list. I mean, it came out. There was another list came out yesterday, and I'm number 1 on. I like being number 1 on TikTok. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ട്രംപ് പറഞ്ഞത്, ഹിറ്റ് ലിസ്റ്റിൽ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ഞാനാണ്, ഞാൻ ചിലപ്പം കൊല്ലപ്പെട്ടേക്കാം. ഏതാണെങ്കിലും ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ന്യൂസ് വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നത് നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. ആദ്യമായിട്ടുള്ള ഭീഷണിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ആസൂത്രണം ചെയ്ത പുതിയതും വ്യക്തവുമായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി US ഇന്റലിജൻസിന് കൈമാറിയിട്ടുള്ളത് ഇസ്രായേലി ഇന്റലിജൻസ് ആണ്. ട്രംപിന് നേരെയുള്ള പൊതുവായിട്ടുള്ള ഏതൊരു ഭീഷണികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ത്രെട്ടുകളും US രഹസ്യാന്വേഷണ വിഭാഗമാണ് ആദ്യം കണ്ടെത്താറുള്ളത്. ആദ്യം അവർ ആഴ്ചകൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഗൂഢാലോചന എന്തുകൊണ്ട് ഈ US ഇന്റലിജൻസ് ഏജൻസികൾക്കൊന്നും കിട്ടിയില്ല എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ഇസ്രായേലി ഇന്റലിജൻസ് ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, 2020 IRGC ഗുഡ്സോ ഫോഴ്സിലെ തലവനായിട്ടുള്ള കാസിം സുലൈമാനിയെ വധിക്കാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ട്രംപിനോടുള്ള പ്രതികാരം ഇറാനികൾക്ക് കൂടിയത് എന്നുള്ളതും. അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ഇറാൻ അത് കൂടുതൽ അതിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഇസ്രായേലി ഇന്റലിജൻസ് അമേരിക്കൻ ഇന്റലിജൻസിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിലുള്ള ചില വിരോധാഭാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ ഇന്റലിജൻസ് ഈ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് വിങ്ങുള്ള അമേരിക്ക, CIA ഉള്ള അമേരിക്ക ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതിന് പറയുന്നതിന് ഇറാന്റെ മേലെ ഓൾറെഡി US സൈനിക നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡീലും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് പരസ്പരം ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇസ്രായേൽ പറഞ്ഞിട്ട് പോലും ഡീലിലോട്ട് പോയിട്ടുള്ള അമേരിക്ക, ഇസ്രായേൽ പറയുന്നത് കേൾക്കേണ്ട, ഇസ്രായേൽ നെതന്യാഹു ഭ്രാന്തനാണ് എന്ന് വരെ പറഞ്ഞ അമേരിക്ക വീണ്ടും ഒരു ഫൈറ്റിംഗ് മോഡിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത്, അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രംപ് അല്ലേലെ ഒരു പ്രാന്തനാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞാൽ ട്രംപ് പിന്നെ അതിന്റെ പിന്നാലെ ഓടിക്കോളും എന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇസ്രായേലി ടീമും വിചാരിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതെന്നാണ് ഇതൊക്കെ നോക്കിക്കാണുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ശക്തമായിട്ടുള്ള സൈനിക നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അമേരിക്കയായിരുന്നു മടിച്ചു നിന്നത്, അമേരിക്കയായിരുന്നു പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക ഇത് പിന്മാറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധക്കൊതി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതേ സ്ഥാനത്ത് മൊത്തം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ കോൺഗ്രസ്സിൽ US ട്രംപിനുള്ള സപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വരും ഇലക്ഷനുകളിൽ ഈ ട്രംപിന്റെ പാർട്ടി തന്നെ പല സ്ഥലങ്ങളിലും തോൽക്കും എന്ന് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് US പ്രസിഡന്റിന് പിന്മാറിയിട്ടുള്ളത്. അത് പേടിച്ചിരുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് ഇപ്പം ഒരു ചാൻസ് കിട്ടിയപ്പം ഇത് പുറത്തോട്ട് വിട്ടു എന്നാണ് US തന്നെ ഉദ്യോഗസ്ഥർ, US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തന്നെ പുറത്തോട്ട് പറയുന്നുള്ളത്. ഈ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യത്തിൽ ഓഗസ്റ്റ് പകുതിയോടെ ഒരു ആണവ കരാറിൽ എത്തും എന്ന് US ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഡാബിനിൽ സജീവമായി നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അത് നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് എത്തരുത്, ഇത് യുദ്ധത്തിലോട്ട് തന്നെ പോകണം എന്നുള്ള ഇസ്രായേലിൻ്റെ പൂർണ്ണ ചിന്താഗതി കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പം പുറത്തോട്ട് വന്നതെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ കുത്തിരിപ്പ് അല്ലെങ്കിൽ ലോക സമാധാനം തകർക്കുക എന്നുള്ളത് അമേരിക്കനെ കൂട്ടുപിടിച്ച് ചെയ്യുന്നത് ഇസ്രായേലികൾ മാത്രമാണ്, ജൂതന്മാർ മാത്രമാണ്. അവർ മാത്രമാണ് ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടവർ. ബാക്കി എല്ലാവരും അവരുടെ അടിമകളായിട്ട് നിൽക്കണം, അതല്ലെങ്കിൽ ഭൂലോകത്ത് ജീവിക്കുക പോലും വേണ്ട എന്ന് ചിന്താഗതിയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ജൂതൻ. പ്രത്യേകിച്ച് 600 മില്യൺ ആളുകൾ, ലോകത്തുള്ള ആളുകൾ
പ്രത്യേകിച്ച് എന്താ പറയുക ഈ ബഹുദൈവ ആരാധകർ അങ്ങനെ തന്നെ പറയുന്നത്. അതായത് ഒരു ജൂതൻ, ഒരു തീവ്ര ജൂയിസം, ഒരു സയനിസ്റ്റിൻ്റെ മെൻറ്റാലിറ്റി നമ്മൾ ഈ പറയുന്നത്. ബഹുദൈവം ആരാധിക്കുന്ന ഇന്ത്യക്കാർ, ടിബറ്റൻസ്, ചൈനക്കാർ, തായ്ലാൻഡുകാർ, അല്ലെങ്കിൽ ഇവരൊന്നും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ തന്നെ അർഹരല്ല എന്ന് പല പ്രാവശ്യം ഇസ്രായേലി ജൂത കമ്മ്യൂണിറ്റിയിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് മനസ്സിലാവാണ്ടാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, എന്നാലും മുസ്ലിങ്ങൾ എന്താ പറയുക, മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ് സംഘികൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നലെ ഇവിടെ എന്താ പറയുക, തുർക്കിയിൽ നിന്ന് തിരിച്ചു പോകുന്ന US പ്രസിഡന്റ് പെട്ടെന്നായിരുന്നു താൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണത് അമേരിക്കൻ എയർഫോഴ്സ് 1 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഖത്തർ കൊടുത്തിട്ടുള്ള ആഡംബര വിമാനം അല്ലേ, ആ വിമാനം പെട്ടെന്ന് ഇന്നലെ നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ട്രംപ് തിരിച്ചതിൽ പോകാണ്ട് തൻ്റെ പഴയ എയർഫോഴ്സ് 1 തന്നെയാണ് തിരിച്ചു പോരും. അപ്പോൾ അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ വന്ന് എന്തുണ്ടായിരുന്നു, അതിന് ചില അറ്റകുറ്റപ്പണികളുണ്ട്, അതല്ലെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് മറ്റൊരു സ്ഥലത്തോട്ടാണ്, അല്ലെങ്കിൽ യു കെയിലെ ഒരു ബേസിലോട്ട് അത് പോകുന്നുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ തൽക്കാലം ഈ തിരിച്ച് എന്താ പറയുക പഴയ എയർഫോഴ്സ് 1 പോകുമായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ട്. അതിനുശേഷമാണ് ട്രംപ് ഇന്നലെ അത് തന്നെ വ്യക്തമാക്കി, അതല്ല ഞാനൊരു ഹിറ്റ് ലിസ്റ്റിൽ ഫസ്റ്റിൽ ഒരാളാണ് ഇറാൻ്റെ, അതുകൊണ്ട് സുരക്ഷാ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഖത്തറിൻ്റെ ഈ ഒരു വിമാനം ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ പഴയ എയർഫോഴ്സ് 1 തന്നെ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ലേ, ഈ ഖത്തർ കൊടുത്ത വിമാനം കുറച്ച് കാലങ്ങളായിട്ട് എയർഫോഴ്സ് 1 ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അത്യാധുനിക സെറ്റപ്പുകളോടുകൂടി. അപ്പോൾ പിന്നെ എന്താണ് അതിൽ ഇത്ര കുറവ്? പഴയ എയർഫോഴ്സ് 1 ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. അതുകൂടെ പറഞ്ഞുതരാം. അതായത് പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ഈ ഖത്തർ സമ്മാനിച്ചിട്ട് ഉള്ള പുതുതായി രൂപം വരുത്തിയ ഏകദേശം 400 ദശലക്ഷം ഡോളർ വിലമതിപ്പുള്ള 747 ബോയിങ് 747 8 വിമാനത്തിലാണ് ട്രംപ് യാത്ര ചെയ്തത്. എന്നാൽ തൻ്റെ പഴയ ഔദ്യോഗിക എയർഫോഴ്സ് 1 വിമാനത്തിലേത് പോലുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ആൻറ്റി മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഒന്നും ഈ ഒരു വിമാനത്തിൽ ഇവർ പുതുതായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അതായത് മിസൈലുകൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഈ പുതിയ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ത്രെട്ട് ഉള്ളത് കൊണ്ടും ആ പേടി, അല്ലെങ്കിൽ ആ ഒരു പേടി ഇറാൻ പണി തരും എന്നുള്ള പേടി നല്ലപോലെ ഉള്ളത് കൊണ്ടും തന്നെയാണ് ട്രംപ് ഈ ഒരു വിമാനം മാറ്റാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് സർവീസിന്റെ ഇടപെടലാണ് ഈ പെട്ടെന്നുള്ള വിമാനത്തിന്റെ മാറ്റം ഉണ്ടാവാനുള്ള കാരണം. അതായത് തുർക്കി ഇറാന്റെ അതിർത്തിയുമായിട്ട് അടുപ്പമുള്ള ഒരു സ്ഥലമാണ്. അതിനാൽ ആ സമയത്ത് ഇറാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓൾറെഡി US അടിക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇറാന്റെ മിസൈലുകൾ ഈ ഒരു വിമാനത്തിലെ ലക്ഷ്യം വെച്ച് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് കത്തി അമരും എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് ട്രംപിനും അല്ലെങ്കിൽ ട്രംപിന്റെ അമേരിക്കൻ ഇന്റലിജൻസിനും അറിയായിരുന്നു. അതുകൊണ്ടായിരുന്നു പെട്ടെന്നുള്ള ഈ ഒരു സീക്രട്ട് സർവീസിന്റെ ഇടപെടൽ കാരണമുള്ള ഈ ഒരു വിമാനമാറ്റം ഉണ്ടാവാനുള്ള കാരണം അതാണ്. ഇനി അത് മാത്രമല്ല, ചില ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രങ്ങളും കൂടെ ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. തൻ്റെ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് വിമാനം മാറ്റിയതെന്നും പുതിയ വിമാനം സൈനികർക്ക് കാണാനായിട്ട് ബ്രിട്ടനിലെ മിലിറ്ററി ബേസിലേക്ക് നേരത്തെ വിട്ടതായി എന്നൊക്കെ ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശത്രുക്കളിൽ നിന്നും പ്രസിഡന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില എന്താ പറയുക ഇത് കൊടുത്തു, അങ്ങനെ ചില ഹിൻറ്റുകൾ കൊടുത്തു. അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൾ മാറിയതെന്ന് എന്നുള്ളത് വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ പിന്നീട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ വിമാനത്തിൽ നമുക്കറിയില്ല, ഡൊണാൾഡ് ട്രംപ് പോണ സമയത്ത് ട്രംപിന്റെ ഈ എയർഫോഴ്സ് 1 മാധ്യമ പ്രവർത്തകർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പുള്ളിയുടെ ഒരുപാട് ഈ എന്താ പറയുക മാധ്യമ സംസാരങ്ങൾ ട്രംപ് ഇതിൻ്റെ അകത്തുനിന്നാണ്, എയർഫോഴ്സ് 1 അകത്തുനിന്നാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നലെ അത് മടക്ക യാത്രയിൽ വിമാനത്തിന്റെ വിൻഡോ ബെൻഡുകൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും താഴ്ത്തി വെക്കണം എന്ന് മാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് മാത്രമല്ല, ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ വിമാനത്തിന്റെ വഴി കണ്ടെത്താനാവാത്ത വിധം വിമാനത്തിലെ ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഇന്നലെ എന്നും കൂടെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരും പുറത്തോട്ട് പറയുന്നുണ്ട്. അപ്പം ഇറാന്റെ ഭീഷണി ഒരു ചെറുതായിട്ടല്ല അമേരിക്ക കാണുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ ഭീഷണി ഉണ്ടോ എന്നുള്ളത് അമേരിക്കൻ ഇന്റലിജൻസിന് ഇപ്പോഴും ഐഡിയ ഒന്നുമില്ലെങ്കിലും ഇസ്രായേൽ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു പേടി നല്ല രീതിയിൽ അമേരിക്കക്ക് അല്ലെങ്കിൽ ട്രംപിന് വന്നിട്ടുണ്ട്. അത് തുറന്ന് പറയാനുള്ള ട്രംപിന് ഇപ്പം ഒരു തോന്നൽ വന്നു. കാരണം ഇൻ കേസ് ഇത്രയും ദിവസം എന്താ പറഞ്ഞാൽ ഇറാൻ ഒന്നുമില്ല, ഇറാൻ്റെ എല്ലാം ഞങ്ങൾ അടിച്ചു തീർത്തിട്ടുണ്ട്, ഇറാൻ ഫൈറ്റർ ജെറ്റുകളെല്ലാം തീർന്നിട്ടുണ്ട്, ഇറാൻ്റെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞാലും ഇറാൻ നേരിട്ട് വന്ന് തന്നെ കൊല്ലോ എന്നുള്ളൊരു പേടി ട്രംപിന് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അത് മുന്നോട്ട് അല്ലെങ്കിൽ പച്ചക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ആ പേരിൽ ഇറാനെ അടിക്കാനുള്ള ഒരു ചാൻസും കൂടെ ട്രംപ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതായത് ഇറാന് രാജ്യങ്ങളിൽ സപ്പോർട്ട് കൂടുന്നു, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് തന്നെ ഇറാന് സപ്പോർട്ട് കൂടുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്, ട്രംപും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇറാനെ അടിക്കാനുള്ള ഒരു ചാൻസും കൂടെ ആയിട്ടാണ് ട്രംപ് ഇതിനെ ഇപ്പം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്നെ കൊല്ലാൻ പോകുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റായ നിങ്ങളുടെ പ്രസിഡന്റായിട്ടുള്ള എന്നെ അവർ വകവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രതിരോധ എന്താ പറയുക ഒരു മുൻകരുതലും കൂടെ ട്രംപ് ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.
അപ്പം നോക്കാം പുതിയ അപ്ഡേറ്റുകൾ എന്താണ് എന്നുള്ളത്. ഒരു വശത്ത് മറ്റ് രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് സന്ധി സംഭാഷണത്തിലോട്ട് എത്തി ഇതൊന്ന് തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ നിന്നൊട്ടും പിന്മാറാണ്ട് ഇറാൻ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ എന്താ പറയുക കബറടക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പൂർണ്ണമായിട്ടും അവർ ഒരു യുദ്ധ സാഹചര്യത്തിലോട്ട് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇറാനിൽ നിന്നും ഇപ്പോൾ വരുന്നത്. പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ബൈ.